നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഞാനിപ്പോൾ ദുബായിലെ ഒരു പാർക്കിലിരുന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. തിരക്കിട്ട ദിനങ്ങൾക്കിടയിൽ നമ്മളുടെ പ്രോഗ്രാം ഒരു കാരണവശാലും മുടങ്ങരുത് എന്ന ആഗ്രഹമുണ്ട്. രണ്ട് മൂന്ന് രാത്രികൾ കഴിഞ്ഞാൽ നാട്ടിലെത്താനുള്ള തിരക്കിലും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലുമാണ്. ഇന്ന് സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പാദമുദ്ര. ഈ കവിത ജനിക്കുന്നത് ഞാൻ എഴുത്തുകാരനായതുകൊണ്ടും എൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഞാൻ ശ്രദ്ധ ചെലുത്തുന്നതുകൊണ്ടും മൂകാംബികയിൽ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. മൂകാംബിക ക്ഷേത്രവും സൗവർണിക നദിയും ശങ്കരപീഠവും എല്ലാം മനസ്സിൽ ഓർത്തോർത്തു വരുന്ന പ്രതിബിംബങ്ങളാണ്. എഴുത്തിൻ്റെ അധിപതിയായ ശ്രീ മൂകാംബിക ദേവിയെ ധ്യാനിച്ചുകൊണ്ടാണ് ഓരോ സൃഷ്ടികളും ഞാൻ നടത്താറ്. അവിടെ പോയതും അവിടെ കണ്ടതും ആ ചൈതന്യം മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്നതും എത്ര പറഞ്ഞാലും തീരില്ല. അവിടെ വെച്ച് എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കോറിയിട്ടാൽ ഒരു 1000 പേജുള്ള ഒരു പുസ്തകം എഴുതാം. അത്രമാത്രം മാനസികമായും ശാരീരികമായും ഭക്തിപരമായും ഒക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് മൂകാംബിക ക്ഷേത്രവും മൂകാംബിക ദേവിയും. അതിൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഓരോരുത്തരിലുമുള്ള വിശ്വാസങ്ങൾ, അവരവരുടെ വിശ്വാസങ്ങൾ മനസ്സിൽ ദ്യോതിപ്പിക്കുന്ന ഓരോ ചിന്തയുണ്ട്. ശങ്കരപീഠവും ശങ്കരഭൂമിയും കുടജാതിയും എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന 100,000 അനുഭവങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഞാനും കുടുംബവുമായി പോയി അവിടെ വച്ച് കുടജാദ്രിയിലേക്കുള്ള യാത്രയിൽ ജീപ്പ് മറിയുകയും 4 വീൽ മുകളിൽ കിടന്ന് ഞങ്ങൾ അടിയിലാവുകയും അവിടുന്ന് തലനാരിഴയുടെ വ്യത്യാസത്തിലാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ആ വണ്ടി അഗാധതയിൽ പോയിരുന്നെങ്കിൽ ഒരു 5000 അടി താഴ്ചയോളമുള്ള കൊടുംവനത്തിലാവുമായിരുന്നു. അവിടുന്നെല്ലാം രക്ഷപ്പെട്ടു വന്നതും അതും 2-3 വയസ്സും 1.5 വയസ്സുമുള്ള കൈക്കുഞ്ഞുമായി ഞാനും എൻ്റെ ഭാര്യയും മരുത്തോമല എന്ന ടെലിഫിലിം നിർമ്മിച്ച ശ്രീ ഗോപകുമാറും ഭാര്യയും അടങ്ങുന്ന 4 പേരടങ്ങുന്ന കുടുംബമാണ് അന്ന് കുടജാദ്രിയിൽ പോയത്. ജീവൻ്റെ തുടിപ്പ് ഒരു ശക്തി നിശ്ചയിച്ചതുകൊണ്ടാവാം വീണ്ടും ഇത്തരുണത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു അനുഭവങ്ങളല്ല, ഒരുപാട് അനുഭവങ്ങളാണ്. അപ്പോൾ എൻ്റെ സാഹിത്യ സൃഷ്ടികളിലും എൻ്റെ ജീവിതചര്യയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐശ്വര്യ ബിംബമാണ് മൂകാംബിക ദേവി. ഓരോ വിശ്വാസങ്ങളാണ് എല്ലാവർക്കും തോന്നുന്ന, അവരവർക്ക് തോന്നുന്ന ഓരോ വിശ്വാസങ്ങൾ. എല്ലാ മതങ്ങളെയും, എല്ലാ ആചാരങ്ങളെയും, എല്ലാ ആചാരക്രമങ്ങളെയും, എല്ലാ വിശ്വാസങ്ങളെയും ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ ചിന്തിക്കുന്ന രീതിയിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുക. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു കവിതയാണ് പാദമുദ്ര. അതിലെ ഏതാനും വരികൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അറിവിൻ നിറകുടമായി ഭുവനേശ്വരി, അറിവിൻ നാഥമായി ത്രയംബക, മനസ്സിൻ തോന്നലുകൾ ആ പാദാരവിന്ദത്തിൽ സമർപ്പിച്ചു സാഷ്ടാംഗം പ്രണമിക്കുന്നു മൂകാംബികയെ. അറിവിൻ നിറകുടമായി ഭുവനേശ്വരി, അറിവിൻ നാഥമായി ത്രയംബക, മനസ്സിൻ തോന്നലുകൾ
ആ പാദാരവിന്ദത്തിൽ സമർപ്പിച്ചു സാഷ്ടാംഗം പ്രണമിക്കുന്നു മൂകാംബികയെ. തുടർന്നുള്ള വരികളും ആലാപനവും അതിൻ്റെ ദൃശ്യഭംഗി പകർന്ന കാഴ്ചകളും നിങ്ങൾ കാണുമല്ലോ, ആസ്വദിക്കുമല്ലോ. ഇവിടെ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അറിവിൻ നിറകുടമായി ഭുവനേശ്വരി, അറിവിൻ നിറകുടമായി ഭുവനേശ്വരി, അറിവിൻ നാദമായി ത്രയംബക, മനസ്സിൻ തോന്നലുകൾ ആ പാദാരവിന്ദത്തിൽ സമർപ്പിച്ചു സാഷ്ടാംഗം പ്രണമിക്കുന്നു മൂകാംബികയെ. കലയും സാഹിത്യവുമെല്ലാം അമ്മ തന്നനുഗ്രഹത്താൽ നേടാമെന്ന വിശ്വാസം ജനങ്ങളിൽ ആരൂഢമായി. എത്രയോ തവണയാ നടയിൽ ദർശിച്ചു ഞാൻ, എത്രയോ തവണയാ നടയിൽ ദർശിച്ചു ഞാൻ. പ്രകൃതി തൻ മടിത്തട്ടിൽ മയങ്ങി നടന്ന നേരം സൗവർണികാതീരഭൂവിൽ മലർന്നു കിടന്ന് ആകാശസീമയിൽ ഒഴുകിയോടുന്ന മേഘപാളികളിനെ നോക്കി എത്ര നേരം കിടന്നെന്നോർമ്മയില്ല ഇപ്പോഴും. നദിയിലെ ജലധാരയിൽ ഉയർന്നു കിടക്കുന്ന കളകളാരവം എത്ര എത്ര പ്രണവാക്ഷരങ്ങൾ സൃഷ്ടിച്ചു മനസ്സിൽ, എത്ര എത്ര പ്രണവാക്ഷരങ്ങൾ സൃഷ്ടിച്ചു എൻ മനസ്സിൽ. പറയാവതല്ല എങ്കിലും മനം നിറഞ്ഞ അനുഭവങ്ങളായി, പറയാവതല്ല എങ്കിലും മനം നിറഞ്ഞ അനുഭവങ്ങളായി. മടങ്ങുമ്പോൾ വാഗ്ദേവത എന്നുള്ളിൽ കുടികൊണ്ടതായി, മടങ്ങുമ്പോൾ വാഗ്ദേവത എന്നുള്ളിൽ കുടികൊണ്ടതായി. മനസ്സു മന്ത്രിക്കുന്നു പലപ്പോഴും ഇപ്പോഴും. അറിവിൻ നിറകുടമായി ഭുവനേശ്വരി, അറിവിൻ നാദമായി ത്രയംബക, മനസ്സിൻ തോന്നലുകൾ ആ പാദാരവിന്ദത്തിൽ സമർപ്പിച്ചു സാഷ്ടാംഗം പ്രണമിക്കുന്നു മൂകാംബികയെ. കലയും സാഹിത്യവുമെല്ലാം അമ്മ തൻ അനുഗ്രഹത്താൽ നേടാമെന്ന വിശ്വാസം ജനങ്ങളിൽ ആരൂഢമായി. എത്രയോ തവണയാ നടയിൽ ദർശിച്ചു ഞാൻ, എത്രയോ തവണയാ നടയിൽ ദർശിച്ചു ഞാൻ. പ്രകൃതി തൻ മടിത്തട്ടിൽ മയങ്ങി നടന്ന നേരം സൗവർണികാതീരഭൂവിൽ മലർന്നു കിടന്ന് ആകാശസീമയിൽ ഒഴുകിയോടുന്ന മേഘപാളികളെ നോക്കി എത്ര നേരം കിടന്നെന്നോർമ്മയില്ല ഇപ്പോഴും, എത്ര നേരം കിടന്നെന്നോർമ്മയില്ല ഇപ്പോഴും. നദിയിലെ ജലധാരയിൽ ഉയർന്നു കേൾക്കുന്ന കളകളാരവം എത്ര എത്ര പ്രണവാക്ഷരങ്ങൾ സൃഷ്ടിച്ചു എൻ മനസ്സിൽ. പറയാവതല്ല എങ്കിലും മനം നിറഞ്ഞ അനുഭവങ്ങളായി. മടങ്ങുമ്പോൾ വാഗ്ദേവത എന്നുള്ളിൽ കുടികൊണ്ടതായി. മനസ്സു മന്ത്രിക്കുന്നു പലപ്പോഴും ഇപ്പോഴും, മനസ്സു മന്ത്രിക്കുന്നു പലപ്പോഴും ഇപ്പോഴും. അറിവിൻ നിറകുടമായി ഭുവനേശ്വരി, അറിവിൻ നിറകുടമായി ഭുവനേശ്വരി, അറിവിൻ നാദമായി ത്രയംബക, മനസ്സിൻ തോന്നലുകൾ ആ പാദാരവിന്ദത്തിൽ സമർപ്പിച്ചു സാഷ്ടാംഗം പ്രണമിക്കുന്നു മൂകാംബികയെ. അറിവിൻ നിറകുടമായി ഭുവനേശ്വരി, അറിവിൻ നാദമായി ത്രയംബക, മനസ്സിൻ തോന്നലുകൾ ആ പാദാരവിന്ദത്തിൽ സമർപ്പിച്ചു സാഷ്ടാംഗം
പ്രണമിക്കുന്നു മൂകാംബികയെ, സമർപ്പിച്ചു സാഷ്ടാംഗം പ്രണമിക്കുന്നു മൂകാംബികയെ, സമർപ്പിക്കുന്നു സാഷ്ടാംഗം പ്രണമിക്കുന്നു മൂകാംബികയെ.